അതെന്തിനാണ് നോക്കണ? അവൻ എവിടെ പോയി? ചിരിച്ചിക്കൊഞ്ചുന്ന പശുക്കിടാവേ വാ ലാലോലോ. മോനെ ബിച്ചു, നീ അവിടെ എന്തെടുക്ക? ഞാൻ ഇവിടെ ഉണ്ട്, പശുവിന് പുല്ലൊടുക്കുക. ഓ, ഇത് കാളയായിരുന്നല്ലേ. ഇത് എപ്പോഴാണ് അവ കടിക്കുന്നേ? ഇങ്ങനെ മുരളാതിരിക്കും കാളെ. ഞാൻ പോകുവാ, എന്നെ നോക്കണ്ട. എന്താ വിളിക്കുന്നേ? ചോക്ലേറ്റ് വരൂന്ന് പറഞ്ഞിട്ട് എവിടെ ചോക്ലേറ്റ് ഒക്കെ? എനിക്ക് കേക്ക് കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. ചോക്ലേറ്റ് വരൂന്ന് ഈ ബിച്ച് പറഞ്ഞ വന്നിരിക്കും. ദാ നോക്ക്, ചിറ്റപ്പന്റെ വണ്ടിയല്ലേ വരുന്നേ, അത് നിറച്ച് നിങ്ങൾക്കുള്ള ചോക്ലേറ്റുകളാ. ഇത് എന്തോരം ചോക്ലേറ്റാ ചിറ്റപ്പ, ഇത് പൊളിച്ചു. ഞാനൊരു 4 പ്രതീക്ഷിച്ചുള്ളൂ. ഇത് കടപ്പത്തേക്ക് വാങ്ങിക്കൊണ്ട് പോന്നോ? അതേതായാലും നന്നായി. ഇത് ഞാൻ തിന്ന് തിന്ന് മരിക്കും. മരിക്കുന്നതൊക്കെ കൊള്ളാം. വണ്ടിയുടെ പിന്നീന്ന് മാറി നിൽക്ക്, ഞാൻ പോകുക. എനിക്ക് കോയമ്പത്തൂർക്ക് അതൊക്കെ ലോഡ് എടുക്കാൻ സമയമായി. ഞാൻ പറഞ്ഞിട്ടാ ചിറ്റപ്പൻ ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ കാശ് എങ്ങനെ വസൂലാക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. മാമൻ അതൊന്നും ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം കിട്ടർജോ ഞാൻ എടുക്കട്ടെ. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞിട്ടാ കിൻഡർ ജോയ് കൊണ്ടുവന്നേ. ആന്റി ഇത് കേട്ടില്ലേ? മിണ്ടാതിരിക്കും മീൻകുട്ടി. മാമൻ പറ, നമുക്ക് എന്താ ഇത് ഷെയർ ഇട്ട് മേടിച്ചതല്ലേ, എല്ലാവർക്കും ഒരേപോലെ തിന്നാം. എന്താ പറയുന്നത് എല്ലാവരും? വാ, നമുക്കിത് തിന്നു തുടങ്ങാം. ഷെയർ ഇട്ട് മേടിച്ചെന്നോ? ഏത് ഷെയർ? ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നില്ലേ? ആ കരുണിന്റെ ഇതിന്റെ കാശ് എങ്ങനെ കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് സാരമില്ല മുതലാളി, അത് ബിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അതെ അതെ, കാശിന്റെ കാര്യം ആലോചിച്ച് മാമൻ ടെൻഷൻ അടിക്കുന്നത്. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഞാനും കരുണിറ്റപ്പനും ഒരു കാര്യത്തിൽ തയ്യായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഓ, ഇപ്പോഴാ സമാധാനമായത്. ആ കരുണനാണ് ഒരു കണ്ണിച്ചോലില്ലാത്തവനാ. കോയമ്പത്തൂരിന്ന് ഇവിടെ വരെ ഓടിയ കാശ്, ചോക്ലേറ്റ് വാങ്ങിയ കാശ്, എല്ലാം കൂടി ഞാൻ നിന്നിൽ നിന്ന് മുതലാക്കും. കാളെ ഇങ്ങ് കേറ്. നിന്ന് ആടിക്കളിക്കാതെ ഇങ്ങ് കേറ്. കോയമ്പത്തൂർ കൊണ്ട് വിറ്റാ നിനക്ക് നല്ല വില കിട്ടും. വാ, നിനക്ക് ഞാൻ പൊന്നും വില ഇട്ടിട്ടുണ്ട്. ഇങ്ങ് കേറ് കാളെ. അല്ലെങ്കിൽ ആ ബിച്ചുവിൻ്റെ കാശ് എന്ത് കിട്ടാനാ? അപ്പോഴേക്കും ഇതിനെ വിറ്റ് കുറച്ച് പുട്ടടിക്കാം. ഇനി വരണ്ട മിഠായി കൊണ്ട് അമ്മമാര് കാത്തിരിക്കുകയായിരിക്കും. ഗോഗോളിയർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഞാൻ നിൽക്കുകയാളെ, ഞാനിത് നടിച്ചോട്ടെ. നേരെ നിൽക്ക്. ഓ, ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ 1 മാസത്തെ പെട്രോളിനുള്ള കാശേ തികയൂ. നിങ്ങളെ പേര് ദയവായിക്കണ്ട. പോത്തിനെയും കൊണ്ട് ചിറ്റപ്പം പോയി. പിച്ചു കാശ് കൊടുക്കാണ് പറഞ്ഞത് വിശ്വാസമായില്ലെന്നാ തോന്നുന്നു. ഓ എന്റെ ദൈവമേ, എന്റെ പോത്തിനെയും കൊണ്ട് ആ കരുണ ഇല്ലാത്തവ പോയല്ലോ. എടാ പിച്ചു, നിന്നെ ഞാൻ പോത്ത് പോണെങ്കി പോട്ടെ ബാബാ. ദാ നോക്ക്, ഒരു കടയിലുള്ള ചോക്ലേറ്റ് മൊത്ത കരണം ചിറ്റപ്പൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വലിയൊരു കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും തിന്നാം. വേഗം ഉണ്ടാക്കി കേക്ക്. ഇട് ഇട് ഇട്. മഞ്ജു, മഞ്ജിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡെയറി മിൽക്ക് നിനക്ക് ഇഷ്ടാണ് അമ്മാളു? ഓ, നിന്നോടല്ല ചോദിച്ച, അമ്മാളിനോടാ ചോദിച്ചത്. എനിക്ക് ഇഷ്ടായി. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടം സ്നിക്കേഴ്സാ. സ്നിക്കേഴ്സ് ഇടാക്കി വേഗം. 5 സ്റ്റാറോ? അയ്യോ, ഇത് ഞാൻ മൊത്തം തിന്നും. നോക്കിക്കോ. നീ മൊത്തം തിന്നാലെങ്ങനെ? ഞങ്ങൾക്ക് കൂടെ തിന്നണ്ടേ? എന്നാ പിന്നെ ഈ ചോക്ലേറ്റ് മൊത്തം ഞാൻ തിന്നു. അയ്യോ, അത് പറ്റില്ല. സ്നിക്കേഴ്സ് ഇട്ടത് നിർത്താക്കി ബാക്കി മിഠായി നമുക്ക് തിന്നാം. പിന്നെ എല്ലാരോടായിട്ടൊരു കാര്യം പറയാ, കിൻഡർ ജോയിലെ കളിപ്പാട്ട എന്റേതാ. അത് പൊട്ടിക്കുമ്പോ ഞാൻ ആദ്യം തിന്നാൻ പോകുന്നേ, കേട്ടോ ആന്റി? കളിപ്പാട്ടോ തിന്നാൻ പോണത്? കളിപ്പാട്ടല്ല, അതിന്റെ ചോക്ലേറ്റ്. ഇങ്ങ് താ ആന്റി. എന്നാ പിന്നെ അതിലെ ടോയ്സ് ഞാൻ എടുക്കും. ഒന്നും തരില്ല, എന്റെയാ. ഇങ്ങ് താ. ആരും തല്ലുടിക്കണ്ട. ആന്റി ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കിയില്ല, എല്ലാവർക്കും തരാം. ഇതിന്റെ ഫ്ലേവർ കേക്കിൽ മൊത്തം ഉണ്ടാവും. ആന്റി ഇത് മൊത്തം തിന്നിട്ട് കളിക്കാൻ പോവാ. അത് കൊള്ളാം, അത് നല്ല ഐഡിയ. അത് കൊള്ളാം.
ഈ കാറിന്റെ ടോയ് ആർക്കാ വേണ്ടത്? എനിക്ക് എന്റെ അല്ലേ? ഇല്ല, കാർ എന്റെയാ, ഞാൻ പറഞ്ഞിരുന്നു. കരയേണ്ട, നീ എടുത്തോ. എനിക്ക് കേക്ക് തന്നാ മതി. കേക്കൊക്കെ തരാം, പക്ഷെ നീ ആന്റി ഒന്ന് സഹായിക്കണം. അതൊക്കെ ഞാൻ സഹായിച്ചോളാം. ഇതൊക്കെ ഇളക്കി തരണില്ലേ? ഞാൻ ഏറ്റു. ആന്റി അവിടെ വെറുതെ നിന്നാ മതി, ഞാൻ ഇളക്കി തരാം. ഞാൻ മതി അമ്മ സഹായിക്കാൻ, അവനൊന്നും അറിയില്ല. ബാറ്ററി നല്ല റെഡി ആയാലേ നല്ല കേക്ക് ഉണ്ടാവുള്ളൂ. ഞാനും മാമൻ ഇതൊക്കെ കൊറേ ചെയ്തിട്ടുള്ളതാ അല്ലേ മാമ? പിന്നല്ലാതെ ഇവർക്ക് ഇതുവല്ലതും അറിയോ? ഞാൻ ഗൾഫിൽ എത്ര കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാ. അറബിയുടെ കയ്യിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർത്തി പോന്നപ്പോ അറബി കേക്ക് നിർത്തി. അറബിയുടെ കയ്യിൽ നിന്ന് നല്ല വരുമാനം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട മനുഷ്യ. ഓ, എന്ത് പറയാ? അല്ലെങ്കിൽ വേണ്ട മാമ, ആന്റി ഒറ്റയ്ക്ക് ഉണ്ടായിക്കോട്ടെ, നമുക്ക് മിണ്ടാതിരുന്നേക്കാം. എന്നാലും പാവം കരുണൻ, അവന് കാശ് കൊറേ ചെലവായി കാണും. അവൻ എങ്ങനെയാണാവോ മുതലാക്കാൻ പോകുന്നത്? ഒരു 2 ആടിനെ കൂടി എടുക്കായിരുന്നു. ഈ കാളക്കൊക്കെ വല്ല കാശും കിട്ടുമോ? ഇനി ഇത് പോത്താണോ ആവോ? മുതലാളി, ആ കരുണൻ കൊണ്ടായിരിക്കുന്നത് പോത്തിനെയാ, കാളയല്ല, മണ്ടൻ. ആ, അത് നന്നായി. അവനൊരു അത്യാഗ്രഹിയെ. അവൻ അങ്ങനെ തന്നെ വേണം. കേക്ക് റെഡിയായോ? ഇന്നെന്താ നല്ല രസമുണ്ടല്ലോ കേക്ക് കാണാൻ. അജിതേ, നീ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? നിങ്ങളൊന്നും മിണ്ടാതിരുന്ന മനുഷ്യ, ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നീ എന്തോരം പണി കിടക്കുന്നു. കൊള്ളാണ്ടി, യമ്മി. എനിക്ക് ഒരു കഷ്ണം കൂടി താ ആന്റി. ചോക്ലേറ്റിന്റെ ടേസ്റ്റ് യമ്മി. അങ്ങോട്ട് കൊടുക്ക്, അവൾ അച്ഛൻ കൊണ്ടുവന്ന മിഠായികളല്ലേ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ സൂപ്പറാണെന്ന്. എടാ ബിച്ചു, എനിക്ക് തരാടാ. ഞാൻ പോത്തിനെ നോക്കിയിട്ട് കാണില്ല എന്ന് പറഞ്ഞാൽ ശരിയാണിട്ടാ. ഓ, ഇനി നീ ആ പോത്തിനെ അധികം നോക്കണ്ട. ഈ മിഠായികളൊക്കെ കൊണ്ടുവന്നതിന് പകരമായിട്ട് ഞാൻ കണ്ണൻ ചിറ്റപ്പനോട് ആ പോത്തിനെ കൊണ്ട് കോയമ്പത്തൂർ വിറ്റോളാനാ പറഞ്ഞത്. പാവം പോത്ത് ഇപ്പൊ കോയമ്പത്തൂർ എത്തിക്കാണ്. അയ്യോ, എടാ ദുഷ്ടാ, നീ എന്റെ പോത്തിനെ കോയമ്പത്തൂര് കയറ്റി അയച്ചല്ലേ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? പോത്തിനെ ചോദിക്കണവർക്ക് ഞാനിനി എന്ത് കൊടുക്കും? പോത്തിന് ചോദിക്കുന്നവർക്ക് ഇനി കേക്ക് കൊടുത്താൽ മതി മാമ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?